ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരത തുടരുന്നു. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ ബോംബാക്രമണവും ശക്തമാണ്. ഗസയിൽ വിവിധ മേഖലയിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത്. രക്ഷാമാർഗം തേടി ജനങ്ങൾ പരക്കം പായുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഫയിലും ഹാൻ യൂനിസിലും വടക്കൻ ഗസയിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നു. ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലും അതിശക്തമായ ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഗസയിൽ ഇസ്രായേൽ സൈന്യം ബന്ദികളാക്കിയ 10 പലസ്തീൻ പൗരന്മാരെ മോചിപ്പിച്ചു. ഇസ്രായേൽ സൈന്യം ക്രൂരമർദ്ദനത്തിന് വിധേയരാക്കിയതായി മോചിതരായവർ പറഞ്ഞു. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. തുടർന്ന് ഇങ്ങോട്ട് 1000-ഓളം പലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം ബന്ദികളാക്കിയത്. യുദ്ധത്തിലുടനീളം ഇങ്ങനെ പലസ്തീനികളെ ബന്ദികളാക്കുകയും പിന്നീട് അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാർ കാലാവധി അവസാനിച്ച ശേഷം ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തുകയായിരുന്നു. അതിനുശേഷം ആദ്യമായാണ് പലസ്തീൻകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നത്. മോചിതരായവരെ സെൻട്രൽ ഗസയിലെ ദയർ അൽ ബലാഹിലേക്ക് മാറ്റി. ജനുവരിയിൽ ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വരും മുമ്പ് വടക്കൻ ഗസയിൽ നിന്നാണ് ഇസ്രായേൽ സൈന്യം ഇവരെ പിടികൂടിയത്. കുറച്ചുനാൾ കുപ്രസിദ്ധമായ സ്ഡേ തെയ്മാൻ മിലിറ്ററി പ്രിസൺ ക്യാമ്പിലും പാർപ്പിച്ചതായി മോചിതരായവർ പറഞ്ഞു. ഗസയിൽ നിന്ന് പിടികൂടുന്ന പലസ്തീനികളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതിൻ്റെ പേരിൽ കുപ്രസിദ്ധമാണ് ഈ തടവറ. ബന്ദികളിൽ ചിലർ തീരെ അവശരാണ്. പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുമാണ്. അതിക്രൂരമായ പീഡനമാണ് അനുഭവിച്ചതെന്നും ബന്ദികളൊരാൾ വെളിപ്പെടുത്തി. ഇയാളെ നവംബർ 6-നാണ് ഇസ്രായേൽ സൈന്യം പിടികൂടി ബന്ദിയാക്കിയത്. 156 ദിവസമാണ് ഇയാൾ ബന്ദിയായി കഴിഞ്ഞത്. ദിവസവും ബന്ദികളെ പീഡിപ്പിക്കുമായിരുന്നു. ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല, ബന്ദികളൊരാൾ ന്യൂസ് ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സിനോട് പറഞ്ഞു. അതിനിടെ ഗസയിൽ ആക്രമണം തുടരുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തലും അനിശ്ചിതത്വത്തിലാണ്. ചർച്ച നടത്താൻ പോലുമുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത്. ഹമാസിൻ്റെ തടവറയിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനവും വൈകുകയാണ്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിൽ ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ യുദ്ധവിമാന പൈലറ്റുമാരാണ്. ഗസയിലെ യുദ്ധം നിർത്തിയിട്ടാണെങ്കിലും ബന്ദികളെ തിരിച്ചെടുക്കണമെന്നാണ് പൈലറ്റുമാർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് പൈലറ്റുമാർ നെതന്യാഹുവിന് കത്തയച്ചു. ഇവരിൽ വിരമിച്ചവരും റിസർവ് പൈലറ്റുമാരും ഉൾപ്പെടുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കല്ല നെതന്യാഹു പ്രാധാന്യം നൽകുന്നതെന്ന് കത്തിൽ ആരോപിക്കുന്നു. അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിപരമായ രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾക്കാണ്. ഇതാണ് ആക്രമണം തുടരുന്നതിന് പിന്നിലെന്നാണ് കത്തിൽ ആരോപിക്കുന്നത്. ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഒന്നാം ഘട്ടത്തിൽ 2 മാസത്തെ വെടിനിർത്തലാണ് പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ കാലത്തും ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോയത് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് ബന്ദികളെ വിട്ടയച്ചു. പകരം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു. ബന്ദിമോചനം വൈകുന്നതിലുള്ള പ്രതിഷേധം ഇസ്രായേലിൽ തുടരുകയാണ്. അതിനിടയിലാണ് യുദ്ധവിമാന പൈലറ്റുമാർ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നത്. 980 യുദ്ധവിമാന പൈലറ്റുമാരാണ് കത്തിൽ ഒപ്പുവെച്ചത്. ഇവരിൽ ഭൂരിഭാഗവും വിരമിച്ച റിസർവ് പൈലറ്റുമാരാണ്. 10% പേർ ഇപ്പോഴും റിസർവ് ഡ്യൂട്ടിയിലുള്ളവരാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.